കാഞ്ഞിരപ്പള്ളിക്ക് സമീപം കുവപ്പള്ളി കുളപ്പുറത്ത് വീടിനുള്ളിൽ യുവാവിനെയും നെടുങ്കണ്ടം കല്ലാർ സ്വദേശിയായ വീട്ടമ്മയെയും മരിച്ച നിലയിൽ കണ്ടെത്തി. നെടുങ്കണ്ടം കല്ലാർ സ്വദേശിനി ഷേർലി മാത്യുവാണ് കൊല്ലപ്പെട്ടത്. ഷേർലിയെ വീടിനുള്ളിൽ കഴുത്തറുത്ത നിലയിലും യുവാവിനെ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. ഷേർലിയെ കഴുത്തിന് കുത്തിപ്പരിക്കേൽപ്പിച്ചാണ് ജോബ് സ്കറിയ കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. തുടർന്ന് ജോബ് തൂങ്ങി മരിക്കുകയായിരുന്നു. ഷേർലിയുടെ മൃതദേഹം കിടപ്പുമുറിയിലും ജോബിന്റേത് ഹാളിലുമാണ് കണ്ടെത്തിയത്. പിന്നിലെ വാതിൽ തുറന്നു കിടന്ന നിലയിലായിരുന്നു. ഇതുവഴിയാണ് പോലീസ് അകത്തേക്ക് പ്രവേശിച്ചതും. ഞങ്ങൾ നാട്ടുകാർ 2-3 പേരെ കയറ്റി പോലീസിന്റെ കൂടെ ഞങ്ങൾ 2-3 പേര് കയറി കഴിഞ്ഞപ്പോഴാണ് മറ്റേ സ്റ്റെയർകേസ് തൂങ്ങിയായിട്ട് ഒരു ചെറുപ്പക്കാരൻ കിടക്കുന്നു. തൊട്ടടുത്ത മുറി അവരുടെ ബെഡ്റൂമിൽ പുള്ളിക്കാരി ഒരു സ്ത്രീ കഴുത്താൻ തോന്നുന്നു ചോര ഉൾപ്പെടെ നിലത്ത് കിടക്കുന്നു. മരിച്ചായിട്ട് അനക്കൊന്നുമില്ല. ഒരു 6-7 മാസത്തെ കൂടുതലായിട്ടും തോന്നുന്നു. നാട്ടുകാരോട് അങ്ങനെ വലിയ ബന്ധങ്ങളൊന്നും ഉള്ള ആൾക്കാരല്ല. ഇത്ര നാളായതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഇടുക്കി സ്വദേശിനിയായ ഷേർലി 6 മാസം മുമ്പാണ് ഇവിടേക്ക് താമസം മാറിയെത്തിയത്. ഇതിനിടയിലാണ് കോട്ടയം കുമ്മനം സ്വദേശിയായ ജോബ് സ്കറിയുമായി അടുപ്പത്തിലാകുന്നു. ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാട് ഉണ്ടായിരുന്നതായാണ് സൂചന. പിന്നാലെ ഇരുവരും തമ്മിൽ തർക്കങ്ങളും ഉണ്ടാവുകയായിരുന്നു. ഷേർലിക്ക് മറ്റൊരാളുമായി ബന്ധം ഉണ്ടായിരുന്നുവെന്നാരോപിച്ചും ജോബ് ഷേർലിയുമായി തർക്കത്തിലേർപ്പെട്ടിരുന്നു. തുടർന്ന് ജോബിനെതിരെ ഷേർലി കാഞ്ഞിരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഇതിന് പിന്നാലെയാണ് നാടിനെ നിലയ്ക്ക് കൊലപാതകവും നടന്നത്. ന്യൂസ് ഡെസ്ക്, ഇടുക്കി വിഷൻ.